വടകര പഴങ്കാവ് ചോളം വയൽ ഹൈവേ ക്രോസ് റോഡ് അടിപ്പാത ആക്ഷൻ കമ്മിറ്റിയുടെ ജനകീയ കൺവെൻഷൻ ജനുവരി 26-ന് നാളെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുവോട്ടുംതാഴേക്കും കരിമ്പനപ്പാലത്തിനുമിടയിൽ പഴങ്കാവിൽ നിന്നും ചോളം വയൽ ഭാഗത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന ആ റോഡ് ഇല്ലാതാവുകയാണ്. 100 വർഷത്തിലധികം കാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് നിലവിലുള്ള ഹൈവേ ക്രോസ് ചെയ്ത് ഫയർ സർവീസ് മുതൽ മറ്റ് വാഹനങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നതാണ്. നാഷണൽ ഹൈവേ പുതിയ 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയായാൽ നാഷണൽ ഹൈവേയുടെ വടക്ക് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ തെക്ക് ഭാഗത്തേക്ക്, അതായത് ചോളം വയൽ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പഴങ്കാവ്, പരവന്തല, ചോറോട്, കുളങ്ങരത്ത്, മലോൽമുക്ക്, ചേന്നമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വടകര പട്ടണത്തേക്കുള്ള യാത്രയാണ് ഇല്ലാതാകുന്നത്. ഇവിടെയുള്ള ജനപ്രതിനിധികൾ വലിയ ഫ്ലക്സ് ബോർഡുകൾ വെച്ച് എലിവേറ്റഡ് ഹൈവേ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട്, എലിവേറ്റഡ് ഹൈവേ ആകുമ്പോൾ ആളുകൾക്ക് ദേശീയപാതയിൽ കയറാതെ അടിവശത്തു കൂടി ഈ റോഡിലേക്ക് കയറാൻ പറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് അറിയുന്നത് ഇത് എലിവേറ്റഡ് പാതയല്ല, പാത ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കാൻ പോകുന്നത് എന്ന്. അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടിയാണ് ഈ പഴങ്കാവ് ചോളം വയൽ ക്രോസ് റോഡ്, അടിപ്പാത ക്രോസ് റോഡ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ മുന്നോടിയായി നാഷണൽ ഹൈവേ അതോറിറ്റി, NHAI, MP ഷാഫി പറമ്പിൽ തുടങ്ങിയവരൊക്കെ വന്ന് പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും NHAIയുടെ ആൾക്കാരോട്, അതായത് വഗാഡ് കമ്പനിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ കൂടാതെ ചീഫ് എഞ്ചിനീയർ ഒക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. മുന്നോട്ടുള്ള ഫോളോ അപ്പിനാണ് ഞങ്ങൾ ഈ 26-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്ന് വൈകുന്നേരം 3 മണിക്ക് ജനകീയ കൺവെൻഷൻ വിളിച്ചിരിക്കുകയാണ്. അത് പഴങ്കാവിൽ പൊളിഞ്ഞോളി സ്കൂളിൽ വെച്ചാണ് ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് വടകര മുനിസിപ്പൽ ചെയർമാൻ PK ശശി അവർകളാണ്.